വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും കൂദാശകൾ സ്വീകരിക്കുന്നവരും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നവരുമാണ് നമ്മൾ. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. നിങ്ങളെ രക്ഷിക്കാൻ മാത്രമായിട്ടാണോ, ആരാധന സമൂഹമായിട്ട് മാത്രമാണോ ദൈവം നിങ്ങളെ വിളിച്ചത്? അഥവാ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണോ? നിങ്ങൾ അയക്കപ്പെട്ടവരാണോ? 12 ശ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുമ്പോൾ സുവിശേഷം ഇന്ന് നമ്മെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിന്റെ 12 പുത്രന്മാർ, ജോർദാനിൽ നിന്ന് കണ്ടെടുത്ത 12 സ്മാരക ശിലകൾ, യേശുവിന്റെ 12 ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, സ്വർഗീയ ജെറുസലേമിന്റെ 12 അടിസ്ഥാന ശിലകൾ. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ അവിടെ നിന്ന് തെരഞ്ഞെടുത്തു, വിളിച്ചു, നിയോഗിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പും വിളിയും നിയോഗവും ദൗത്യവുമാണ് എന്ന കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നു. കേവലം ആചാരങ്ങളിൽ നമ്മൾ ബന്ധിതരാകുന്നു. കൂദാശകൾ കേവലാനുഷ്ഠാനങ്ങളായി തരം താഴുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും നാം ഈ ലോകത്ത് എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷിയാകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. 12 ശ്ലീഹന്മാരുടെ തിരുനാളുകൾ ആചരിക്കുന്ന ദിവസമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ സാക്ഷിയാകണമെന്നതിനെക്കുറിച്ചും ഏറ്റവും ഗൗരവമായി ആലോചനാ വിഷയമാക്കേണ്ട ഒരു ദിനം കൂടിയാണെന്ന്. തിരുനാളുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വരുമ്പോൾ അവയൊക്കെ ആചരിച്ച് കടന്നു പോവുക സ്വാഭാവികമാണ്. അവയെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് നമ്മൾ പോകും. എന്നാൽ ദൗത്യബോധത്തിൽ ഉറയ്ക്കാൻ, ജീവിതത്തെ എപ്രകാരമാണ് ക്രിസ്തുവിനെ സാക്ഷ്യമാക്കി അനുഭവപ്പെടുത്തേണ്ടതിനെ കുറിച്ച് കാര്യമായ വിചാരമോ കാര്യമായ വിചിന്തനമോ കാര്യമായ പരിവർത്തനമോ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസ ജീവിതം പൊടുന്നനെ കിടക്കുന്ന ഒരു കാര്യമല്ല, ഒരു തുടർച്ചയാണത്. അത് മനുഷ്യോൽപ്പത്തിയോളം നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 23 മുതൽ 29 വരെ തിരുവചനങ്ങളിലൂടെ യാക്കോബിന്റെ പുത്രന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. യാക്കോബിന്റെ 12 പുത്രന്മാർ, അവർ കേവലം 12 പേരായിട്ടല്ല 12 ഗോത്രങ്ങളായിട്ട് മാറുന്നു. മനുഷ്യന്റെ വികാസ പരിണാമങ്ങളിൽ എങ്ങനെയാണ് ഈ ക്രിസ്തു ദൗത്യം ഇഴചേർക്കപ്പെടുന്നത് എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വായന ഇന്ന് നമ്മൾ ചിന്താവിഷയമാക്കുന്നത്. ദൈവം മാനവകുലത്തെ കാണുന്ന ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ്. 12 പുത്രന്മാർ 12 ഗോത്രപിതാക്കന്മാരായിട്ട് മാറുന്നു. ആ ഗോത്രപിതാക്കന്മാരിലൂടെ സമൂഹം വികസിക്കുന്നു. ഇത് അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യകുലം ഒന്നാകെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. കുടുംബപരമായ ബന്ധജനകമായ ഒരു രീതിയിലാണ് സമൂഹത്തിന് നിർമ്മിതി അവിടെ നിന്ന് സാധ്യമാക്കുന്നതെന്നാണ്. ഇങ്ങനെ കുടുംബപരമായി മനുഷ്യകുലത്തെ അവിടെ നിന്ന് രൂപപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണരായ മനുഷ്യരല്ലായിരുന്നു അവരാരും. അസൂയയും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഇടകലർന്ന മനുഷ്യന്റെ എല്ലാ പരിമിതികളും ഉൾക്കൊള്ളുന്നവരായിട്ടാണ്. അങ്ങനെ പരിമിതികൾ ഉൾക്കൊള്ളുന്നവരായി ഒരു ജനസമൂഹം വളർന്നു വരുന്നത് ക്രിസ്തുവിൽ പൂർത്തിയാകേണ്ട രക്ഷാകരമായ യാഗത്തിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയിലേക്ക് മനുഷ്യനെ ദൈവം വിളിക്കുന്നതിന്റെ തുടക്കമെന്ന നിലയ്ക്കാണ്. പോരായ്മകളും കുറവുകളും ഒക്കെ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യന്റെ പരിമിതികൾ, തമ്മിലുള്ള അകലങ്ങൾ, വൈരാഗ്യത്തിന്റെയും പകയുടെയും ചരിത്രങ്ങൾ, അവയൊക്കെ പഴയ നിയമഭാഗത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ഇവയൊക്കെ വായിക്കുമ്പോൾ ഇത് ദൈവവചനമാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മനുഷ്യകുലം ദൈവാവിഷ്കാര പദ്ധതിയിലൂടെ കടന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇന്നും സഭയെ പരിശോധിക്കുമ്പോൾ ഈ പരിമിതികളും പോരായ്മകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദൈവകൃപയെ സ്വീകരിക്കാൻ ദൈവം ഒരു കൂട്ടായ്മയായിട്ട് നമ്മെ ഒരുക്കുമ്പോൾ നമ്മുടെ പരിമിതികളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടും ആ പരിമിതികളെ മറികടക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ നിരന്തരമായി നൽകിക്കൊണ്ടുമാണ്. സഭ ഇന്ന് ഭൂമിയിലായിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് പരിശോധിക്കാൻ ഈ 12ന്റെ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. 12 പുത്രന്മാർ, 12 ഗോത്രപിതാക്കന്മാർ, ജോർദാനിൽ നിന്ന് കണ്ടെടുക്കുന്ന 12 സ്മാരക ശിലകൾ, തുടർന്ന് യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. സ്വർഗീയ ജെറുസലേം 12 ശിലകൾ അടിസ്ഥാനമായിട്ടുള്ളവ
ഇങ്ങനെ 12ന്റെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ തെരഞ്ഞെടുപ്പും വിളിയും നിത്യമായി തുടരുന്ന ഒന്നാണെന്നും അത് ഈ സ്വർഗീയ ജെറുസലേം എന്ന പരിപൂർണതയിൽ എത്തിച്ചേരും വരെ നീണ്ടു നിൽക്കുന്ന കാര്യമാണെന്നുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലൂടെ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഈ ഗോത്രീയമായ തുടക്കം, പിതാക്കന്മാരുടെ തുടക്കം, ദൈവം തന്റെ ജനത്തെ ദൈവകൃപ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തുന്നതാണ്. അങ്ങനെയാണ് ദൈവം തന്റെ കൃപ സ്വീകരിക്കാൻ മനുഷ്യകുലത്തെ ഒന്നാകെ ഒരുക്കുന്നത്. നാം പൊടുന്നിനെ കിളിർത്തു വന്ന ഒരു തകരയല്ല, ചരിത്രപരമായ വേരുകളുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ദൗത്യത്തിലേക്ക് നമുക്ക് ഉറയ്ക്കാൻ പറ്റുക. ജോർദാൻ കടന്ന ഇസ്രായേൽ 12 ശിലകൾ കൊണ്ട് സ്മാരകങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്തിനാണ് സ്മാരകങ്ങൾ? സ്മാരകങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജോർദാൻ കടന്നു വന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ 12 ശിലകൾ. ആ 12 ശിലകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം പൊടുന്നനെ ഒരാശയഗതിയുടെ ഭാഗമായി രൂപപ്പെട്ട വിശ്വാസത്തിന്റെ പ്രയോക്താക്കളല്ല, നാം ഒരു പരമ്പരയുടെ ഭാഗമാണ്. മനുഷ്യകുലം ഒന്നാകെ ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്നതിലും ആ വിളിക്കപ്പെട്ട മനുഷ്യകുലത്തെ ദൈവം പ്രത്യേകമായി ഒരുക്കുന്നതിലും ഭാഗവാക്കായ ഒരു ദൈവവിളിയുടെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് വചനം പറയുന്നത്. ഓർമ്മകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഓരോ ഓർമ്മകളും നാം ആരാണ് എന്നതിനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും. എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് ബോധ്യപ്പെടുത്തും. എന്താണ് നമ്മുടെ ദൗത്യം എന്നതിൽ ഉറയ്ക്കാൻ നമ്മെ സഹായിക്കും. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നിന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ ശിഷ്യന്മാരെ വിളിക്കുക, തന്നോട് കൂടെയായിരിക്കാനാണ് വിളിക്കുന്നത്. തന്നോട് കൂടെയായിരിക്കാൻ മാത്രമല്ല വിളിക്കുന്നത്, ലോകത്തേക്ക് അയക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ആ ദൗത്യത്തിൽ പങ്കുകാരാകേണ്ടതെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ യാത്രയ്ക്ക് വടിയോ ചെരുപ്പോ മേലങ്കയോ ഒന്നും എടുക്കരുത്. സ്വന്തം സുരക്ഷിതത്വങ്ങൾ ഊന്നിയല്ല നമ്മുടെ യാത്ര മുമ്പോട്ട് പോകേണ്ടത്. ദൈവവിളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്. വിശ്വാസത്തിലായിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുൻപോട്ട് പോകേണ്ടതെന്നുള്ള പാഠം ക്രിസ്തുവിന്റെ ഐക്യപ്പെടലിന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കണം. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, കൂട്ടായ്മകളിലൊക്കെ പങ്കുചേരുമ്പോൾ അടിസ്ഥാനപരമായ ലക്ഷ്യമായിട്ട് നാം കാണുന്നത് നാം ഒരു ഐക്യപ്പെടലിന്റെ ദൗത്യത്തിന്റെ ഭാഗമാണെന്ന അർത്ഥത്തിലല്ല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യസാധ്യത്തിനുള്ള, നമ്മുടെ ജീവിതത്തിന് ഉടവ് തട്ടാതിരിക്കാനുള്ള, നമ്മുടെ സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒന്നാവണം വിശ്വാസത്തിലൂടെ നാം കൈവരിക്കേണ്ട പൂർണ്ണത എന്നാണ്. ഭൗതികതയുടെ സുരക്ഷിതത്വങ്ങൾ തേടാനല്ല ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. ഈ ലോകത്ത് കഷ്ടതകളിലൂടെയും ഞെരുക്കത്തിലൂടെയും ഒക്കെ കടന്നു പോകാൻ തന്നെയാണ് അവിടെ നമ്മെ അയക്കുന്നത്. അങ്ങനെ സുരക്ഷിതത്വങ്ങൾ തേടാതെ ക്രിസ്തു ആശ്രയത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നാണ് വചനം നമ്മോട് പറയുന്നത്. വചനം പറഞ്ഞതനുസരിച്ച് സ്ലീഹന്മാർ ഇറങ്ങി പുറപ്പെട്ടപ്പോഴും വിശുദ്ധാത്മാക്കൾ ജീവിതം നയിച്ചപ്പോഴും ഭൗതിക കേന്ദ്രീകൃതമായ താല്പര്യങ്ങളിലുടക്കിയല്ല അവർ ജീവിച്ചത്. തങ്ങളെ തന്നെ മറന്നും തങ്ങളെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടും സുവിശേഷമായി മാറാൻ സ്ലീഹന്മാർക്കും വിശുദ്ധന്മാർക്കും കഴിഞ്ഞതിന്റെ പിന്നിലുള്ള ദൗത്യബോധം നാം കൈവിട്ടിരിക്കുന്നു. യാത്രയ്ക്ക് പണസഞ്ചിയോ ചെരുപ്പോ വടിയോ രണ്ടുടുപ്പോ ഒന്നും എടുക്കേണ്ടതില്ല, നിങ്ങൾ ചെല്ലുന്നിടത്ത് ചെല്ലുവിൻ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നാം പുലർത്തിപ്പോരുന്ന മനോഭാവങ്ങളൊന്ന് പരിശോധിക്കാൻ പര്യാപ്തമായ വചനമാണ്. ഭൗതിക സുരക്ഷിതത്വങ്ങൾ കേന്ദ്രീകരിച്ച് നാം ജീവിക്കുകയും അവ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കൈവിടുന്നത് ക്രിസ്തുവിനാൽ നാം ഐക്യപ്പെട്ടു എന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെയും ഐക്യപ്പെടലിന്റെയും ബോധമണ്ഡലം ക്രമേണ തമസ്കരിക്കപ്പെടുകയും അതിന് പകരം നാം സമൂഹമായി ചേരുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവാരാധന നടത്തുന്നതും നമ്മുടെ ജീവിതത്തിന് ഉടവ തട്ടാതിരിക്കാനുള്ള ഒരു കാര്യമാണെന്നും അതാണ് വിവേകമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറഞ്ഞാൽ വിവേകികൾ ആരാണ്? സ്വന്തം ജീവിതത്തെ വിലമതിക്കാത്ത ക്രിസ്തുവാണ്. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്നതാണ് യഥാർത്ഥമായ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാരും വിശുദ്ധാത്മാക്കളുമാണ്. അവർ കാട്ടിയ ജീവിത വഴിയിലൂടെ മുൻപോട്ട് പോകാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറയും, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തെക്കുറിച്ച് മഹത്വകീർത്തനങ്ങൾ പാടും. ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും
സഭാ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോഴാണെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും സുരക്ഷിതത്വത്തിന്റെ കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണം, ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ, കോട്ടങ്ങൾ ഉണ്ടാകാതെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന അർത്ഥനയാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഹൃദയവിചാരം എപ്പോഴും മുടക്കി നിൽക്കുന്നത് സുരക്ഷിതത്വത്തിലാണ്. അപ്പൊ സ്വയം കൈവിടേണ്ട ശേഷി ദൈവത്തിൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നില്ല. ഈ ലോക ജീവിതം താൽക്കാലികമാണെന്നും നിത്യമായൊരു യാത്രയിലേക്ക് കടന്നു പോകാൻ നമ്മെ ശക്തിപ്പെടുത്തേണ്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള കേവല ഉപാധിയായിട്ട് മാത്രം നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. കൈയടിച്ചു പാടുന്നു, പാട്ടുപാടി പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, ദേവാലയങ്ങളിൽ പോകുന്നു, വ്യക്തിപരമായും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എന്നത് സ്വന്തം താല്പര്യ സംരക്ഷണത്തിനുള്ള ഒരു ഉപകരണം മാത്രമായി തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കൂ, ഈ രീതി പ്രാർത്ഥിക്കൂ, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കൂ, മുട്ടിട്ട് നീന്തി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുന്ന ബാലിശമായ താല്പര്യങ്ങളിൽ മാത്രം മുടക്കിയ നമ്മുടെ യാചനകളെ പ്രാർത്ഥനയുടെ സമ്പൂർണതയായി തെറ്റിദ്ധരിക്കപ്പെടുകയും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം വന്നിട്ട് കനിയുന്നില്ല എന്ന് വിലപിക്കുന്നവരും ദൈവത്തെ പഴി പറയുന്നവരുമായി പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നു. യഥാർത്ഥ വിശ്വാസം ദൈവം തെരഞ്ഞെടുത്തു എന്ന ബോധ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് ഒരു ചെറിയ കാര്യമല്ല. ആ തെരഞ്ഞെടുപ്പ് അവിടെ നിന്ന് നമ്മോട് പറയുന്നതനുസരിച്ച് ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാനാണ്. ലോകത്തെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ യേശു രക്ഷകനാണ് എന്ന് പറയുക എന്ന് വെച്ചാൽ അത് കേവലമായി അധരം കൊണ്ട് പറയാവുന്ന കാര്യമല്ല. സുവിശേഷം വായിച്ച ആളോട് പറയാവുന്ന കാര്യമല്ല. അതൊരു ജീവിതാനുഭവം കൊണ്ട് തിരിച്ചറിയേണ്ടതും ജീവിതാനുഭവത്തിലൂടെ പകർന്നു കൊടുക്കേണ്ടതുമായ കാര്യമാണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പിഴവ് എന്താന്ന് വെച്ചാൽ നമ്മൾ ക്രൈസ്തവ മൂല്യങ്ങൾ, ക്രിസ്തു പറഞ്ഞ സ്നേഹത്തിന്റെ ജീവിതം പ്രായോഗിക തലത്തിൽ പുലർത്തിക്കൊണ്ട് സുവിശേഷമായി മാറാൻ കഴിയാതെ പോകുന്നവർ, പുസ്തകം കേന്ദ്രീകരിച്ച് വചനം പറയുന്നവർ, അതിനപ്പുറത്ത് ഒരു ജീവിതം കൊണ്ട് അന്യജീവൻ ഉതകുന്ന സ്വജീവിതമായി മാറ്റാൻ, വിവേകത്തിന്റെ ജീവിതം ജീവിച്ച് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന ഭൗതിക പ്രക്രിയയായിട്ട് മാറാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇതൊരു പ്രക്രിയാപരമായ കാര്യമാണ്. ദൈവം രക്ഷിക്കുന്നു എന്ന യേശു എന്ന വാക്ക് ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല, ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയ കൂടിയാണ്. ആ പ്രക്രിയയാണ് ഭൗതിക സാഹചര്യത്തിൽ സഭയെ വെളിപ്പെടുത്തേണ്ടത്. അവരോന്മുഖമായി ജീവിക്കുന്നതിലൂടെയാണ് അത് വെളിപ്പെടുത്തേണ്ടത്. നാം ഇന്ന് ആശുപത്രികൾ നടത്തുന്നുണ്ട്, വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, ഭൗതിക സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാവുന്നിടത്തൊക്കെ നമുക്ക് സ്വാധീന ശേഷിയുണ്ട്. പക്ഷേ അവയൊക്കെ നമ്മൾ ലാഭേച്ഛയോടെ ക്രിസ്തു വിരുദ്ധമായി രൂപീകരിക്കുന്നു. അതുകൊണ്ട് പ്രീ പ്രൈമറി പഠിക്കാൻ 1,00,000 രൂപ ഡൊണേഷൻ വാങ്ങുന്നവരായി, വിദ്യാഭ്യാസം സാർവത്രികമാകാൻ വേണ്ടിയാണ് നാം നിലകൊള്ളേണ്ടതെന്നിരിക്കെ, അതൊരു മിഷന്റെ ഭാഗമാണെന്നിരിക്കെ നിങ്ങൾ പോകുവിൻ, അയക്കപ്പെടുന്നു. കാര്യം കുർബാനയിലെ ആ അയക്കപ്പെടൽ, വിടവാങ്ങൽ സന്ദേശമാണ് മിഷൻ എന്നതിന്റെ രൂപീകരണത്തിന് കാരണമായിട്ട് മാറുന്നത്. ഈ അയക്കപ്പെടലിന്റെ ശക്തി തിരിച്ചറിയാതെ പോകുന്നു. ശ്രീഹന്മാർ ഈ അയക്കപ്പെടലിൽ ഉറച്ചു വിശ്വസിച്ചവരാണ്. അതല്ലെങ്കിൽ ആ അയക്കപ്പെടലിന്റെ ശക്തിയായി ലോകത്തേക്ക് ഇറങ്ങിയവരാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിൽ. തങ്ങളെ തന്നെ മറികടന്ന്, തങ്ങളെ തന്നെ ഉപേക്ഷിച്ച് ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന അടിസ്ഥാന ദൗത്യത്തിൽ വേറുറച്ചത് കൊണ്ടാണ് ലോകത്ത് മുഴുവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ശ്ലീഹന്മാർക്കായത്. നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവരായിരിക്കുന്നത് ഇപ്രകാരം ഉപേക്ഷയുടെയും ദൗത്യബോധത്തിന്റെയും ഭാഗമായി സ്വന്തം ജീവിതം ബലിയാക്കി മാറ്റിയ സൈഹിക വൃത്തിയുടെ ഭാഗമാണ്. അത് വ്യക്തിപരമായ എന്തെങ്കിലും മഹാത്മ്യത്തിലല്ല, സ്വയം ഉപേക്ഷ കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു ബോധ്യം നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ സ്വർഗീയ ജെറുസലേമിനെ, വെളിപാട് പുസ്തകം പറയുന്ന സ്വർഗീയ ജെറുസലേമിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. മഹത്വത്തിന്റെ കേന്ദ്രമായി ഒരു സ്വർഗീയ ജെറുസലേം. അവിടെ ദേവാലയമില്ല, അവിടെ ദേവാലയം കുഞ്ഞാട് തന്നെയാണ്. അങ്ങനെ ദൈവം തന്നെ ആലയമാകുന്ന, ദേവാലയമാകുന്ന ഒരു സ്വർഗീയ ജെറുസലേമായി ഭാവിയിൽ സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ സ്വർഗീയ ആരാധനയിലേക്ക് നാം വിളിക്കപ്പെടുമ്പോൾ ദൗത്യത്തിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ പ്രവൃത്തിയായി ലോകത്ത് തുടരാൻ നമുക്ക് ബാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ആദ്യം മുതലാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരമ്പരയിലാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ തെരഞ്ഞെടുപ്പ് എന്നെയും നിങ്ങളെയും ദൗത്യബോധമുള്ളവരാക്കി മാറ്റണം. താൽക്കാലികതകൾ ഉടക്കാതെ, ആത്മീയത കച്ചവടമാക്കാതെ, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി നിങ്ങൾ കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. ദാനമായി ഞങ്ങൾക്ക് കിട്ടി, അത് ഞങ്ങളിപ്പോൾ കച്ചവടമാക്കുന്നു എന്നാണ് ആനുകാലിക ജീവിതത്തിൽ വിശ്വാസ വഴിയിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രകടമായ അടയാളങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായിട്ട് മാറുന്നു. നമ്മുടെ
ആരോഗ്യ പരിപാലന രംഗം കച്ചവട രംഗമായിട്ട് മാറുന്നു. കച്ചവടമാണ് പ്രധാനമെന്ന് വരുന്നു. ദൈവസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം. പേര് ശുശ്രൂഷയുടേതാണ്, നടപ്പ് കച്ചവടത്തിൻ്റെതാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സൈഹിക വൃത്തി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ തുടർച്ചയായിട്ടാണ്. വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദൗത്യത്തിനായിട്ടാണ്. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. ആ ജീവിതമാകട്ടെ അവരിന് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ജീവിതമാണ്. 12 ഗോത്രങ്ങളിൽ തുടങ്ങിയ ഒരു ഓർമ്മ, 12 സ്മാരകശിലകൾ, അവ കടന്നു ചെല്ലുന്ന എവിടെയാണ്? 12 ശ്ലീഹന്മാരിലൂടെയുള്ള പ്രവൃത്തിയാണ്. ഈ സ്വർഗീയ ജെറുസലേമിൽ കാണുന്ന അടിസ്ഥാന കല്ലുകളായിട്ട് കാണുന്നതും ഈ 12 ശ്ലീഹന്മാരുടെ പേരെഴുതിയ കല്ലുകളാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ പൂർത്തീകരണം അങ്ങനെയാണ്. ഈ ശ്ലൈഹിക വൃത്തിയുടെ ഭാഗമാണ് നമ്മൾ. ഞാനും നിങ്ങളും ഈ ശ്ലൈഹികതയുടെ ഭാഗമാണ്. സാർവത്രികമായി അയക്കപ്പെട്ടവരാണ്, സകല മനുഷ്യർക്കും വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പൊ സ്വർഗീയ ജെറുസലേമിലെ ശ്ലൈഹികതയുടെ തിളക്കം മനസ്സിലാക്കി ജീവിക്കാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം ഈ വൃത്തിയോട് ചേർത്ത് വയ്ക്കാൻ പറ്റണം. പ്രത്യേകമായി ഈ തിരുനാളിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണെന്ന കാര്യമാണ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തു, വിളിച്ചു, അയക്കുന്നു. തിരഞ്ഞെടുത്തത് തന്നോട് കൂടെ ആയിരിക്കാനാണ്. അങ്ങനെ തന്നോട് കൂടെ ആയിരിക്കുക എന്നതിനർത്ഥം ക്രിസ്തുവിനെ ആരാധിക്കുക എന്നതാണ്. ക്രിസ്തുവിനെ ആരാധിക്കേണ്ടവർ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലുമാണ്. അത് ജീവിതം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ആ ജീവിതത്തിന്റെ പ്രവൃത്തിയാണ് നിയോഗിക്കൽ. എന്തിനാണ്? ലോകം മുഴുവൻ പോകാനാണ്. അധികാരത്തോടെയാണ് അയക്കപ്പെട്ടത്. അധികാരം നമ്മുടെ അധികാരമല്ല, അധികാരം ക്രിസ്തുവിന്റെ അധികാരമാണ്. ആ ക്രിസ്തുവിന്റെ അധികാരമാണ് സഭയിലൂടെ നമ്മിലൂടെ ശുശ്രൂഷയായി എല്ലാവർക്കും കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടേണ്ടത്. ഇത് ലോകത്തിന്റെ അവകാശം കൂടിയാണ്. സകല ജനതയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ബോധ്യം നമുക്കുണ്ടാവണം. നാം നമുക്ക് വേണ്ടിയാണെന്നും നമ്മുടെ സ്വന്തം താല്പര്യത്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഈ ശ്ലൈഹിക വൃത്തിയിൽ നമ്മൾ അകന്നു പോകുന്നു, വെളിയിൽ നിന്ന് അകന്നു പോകുന്നു. യേശുവിന്റെ തിരഞ്ഞെടുപ്പിന് അംഗീകരിക്കാത്തവരായിട്ട് നമ്മൾ മാറുന്നു. ശ്ലീഹന്മാർ തങ്ങളുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ സത്യം എന്താണ്? അത് അവനവൻ ഉപേക്ഷയിലൂടെ ക്രിസ്തുവിനെ ലോകത്ത് പകർന്നു നൽകുക എന്നുള്ളതാണ്. ആ പകർച്ചയുടെ ഭാഗമായി സുവിശേഷം ശ്രദ്ധിച്ച, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ജീവിതത്തിൽ ഈ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അയക്കപ്പെടലിനെക്കുറിച്ചും ബോധ്യമുള്ളവരായി നമ്മൾ എന്തുകൊണ്ട് ഈ അയക്കപ്പെടലിന്റെ ഭാഗമായിട്ട് മാറുന്നില്ല? ഇത് അയക്കപ്പെടുക എന്ന് വെച്ചാൽ വിദൂര ദേശങ്ങളിലേക്ക് പോവുക, സുവിശേഷം പറയാനായി പോകുക എന്ന അർത്ഥത്തിലല്ല കാണേണ്ടത്. ജീവിതത്തെ ഒരു അയക്കപ്പെടലായിട്ട് കാണുക. അതുകൊണ്ട് അവനവന്റെ ജീവിതം അവരന് വേണ്ടിയാണെന്നും അത് ക്രിസ്തുവിനാണെന്നും പരമാർത്ഥ ബോധ്യത്തോടെ ജീവിക്കാൻ പറ്റുക. എൻ്റെ ജീവിതം ഒരു ദൈവിക ദാനമാണെന്നും ആ ദാനം എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നും ഒരു കൈമാറ്റം ചെയ്യപ്പെടൽ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ സ്വർഗീയ ജെറുസലേമിലെ 12 ശ്ലീഹന്മാരുടെ തിളങ്ങുന്ന കല്ലുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. നമ്മുടെ ജീവിതം കേവലം ഭൗതികതയിൽ ഉടക്കാതെ അതിനപ്പുറത്ത് നമ്മുടെ പ്രവൃത്തികൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യബോധത്തോടെയാകണം. ആ ലക്ഷ്യബോധത്തിൽ വേരുറയ്ക്കേണ്ടതുണ്ട് നമ്മൾ എന്ന ഓർമ്മപ്പെടുത്തലാണ് 12 ശ്ലീഹന്മാരുടെ തിരുനാൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി പരിശോധിക്കണം. എങ്ങനെയാണ് ഞാൻ എന്നെ വിനിയോഗിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ ജീവിതം? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, കൂദാശകളിൽ പങ്കുചേരുന്നുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അത് കേവലമായ എൻ്റെ താല്പര്യങ്ങൾ ഉടക്കിയുള്ള എൻ്റെ ജീവിതത്തിലെ സുരക്ഷിതത്വം തേടിയുള്ള യാത്രയാണോ? അഥവാ അയക്കപ്പെടലിന്റെ ഭാഗമാണ് ഞാനെന്ന ബോധ്യത്തോടെയാണോ ജീവിക്കുന്നത് എന്ന് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ജീവിക്കുന്നത്, വിശ്വാസം വഴി ചലിക്കുന്നത് ഈ ഭൗതികമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന താൽക്കാലികതയിലാണോ അതോ അയക്കപ്പെടലിന്റെ ബോധത്തിലാണോ? ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു, അയക്കപ്പെട്ടു. ഒരു ദൗത്യബോധമുണ്ട്. ആ ദൗത്യമായിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തലാണ്. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ജീവിതമല്ലാതെ മറ്റൊരു മീഡിയയില്ല. വചനം ശരീരമായി മാറിയത് പ്രക്രിയാപരമായി ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താനാണ്. ക്രിസ്തു അത് വെളിപ്പെടുത്തി തന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് എത്രത്തോളം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ട്? ഗൗരവമായ ഒരു ആലോചന നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ശ്ലീഹന്മാരുടെ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ്. ആ ബോധ്യം ഹൃദയത്തെ വളരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അവരോന്മുഖമായി മറ്റുള്ളവർക്ക് വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങളെ അവഗണിച്ച് അവരോന്മുഖമായി വളരാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയും. ജീവിതത്തിന്റെ ഓരോ ചെറിയ സന്ദർഭങ്ങളിലും അതിനവസരമുണ്ട്. ആ അവസരങ്ങൾ വിനിയോഗിക്കുന്നവരായി മാറാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.